അല്ല എന്താ നിങ്ങൾ കുറെ നേരമായല്ലോ നോക്കണേ, എന്താ ഇത് ഫോണിൽ എന്താ ഇത്ര പ്രത്യേകിച്ച് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഞാൻ നോക്കണത്. എന്താ അറിയോ, ആദ്യം ഞാൻ പേര് വായിച്ചു തരട്ടോ. ദേവിക വിനീത് എന്താണ് കമൻ്റ് എഴുതിയത്? സൂപ്പർ, കപ്പലണ്ടി മിഠായി റെസിപ്പിക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് പറഞ്ഞുകൊണ്ട്. അപ്പോൾ കുറേ മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട് എന്നല്ല പറഞ്ഞിട്ടുണ്ട്. ഞാനൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ പറഞ്ഞത്? കപ്പലണ്ടി മിഠായി. ഇപ്പം നമ്മളെ വടിക്ക് കടല മിഠായി എന്നാണ് പറയട്ടോ. അപ്പോൾ കപ്പലണ്ടി മിഠായി എന്ന് പറഞ്ഞാലും എനിക്ക് മനസ്സിലാവും, കടല മിഠായി എന്ന് പറഞ്ഞാലും എനിക്ക് മനസ്സിലാവേ. അപ്പോൾ അതാണ് ഐറ്റം, ഉണ്ടാക്കേണ്ടത് അതാണ്. അപ്പോൾ ഇവർ പറഞ്ഞതാണ് കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ കുറേ മുന്നേ എന്നോട് പറയുന്നുണ്ട്. ഇനി വേറൊരാളും കൂടി ഉണ്ട്, വിനീത് വിനു. ഇവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഓരും പറഞ്ഞത് തന്നെയാണ്, സൂപ്പർ ചേച്ചി കപ്പലണ്ടി മിഠായി ചെയ്യുമോ എന്നാണ് പറഞ്ഞത്. വേറൊരു വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ട് എഴുതിയതാണ് ഒരു കപ്പലണ്ടി മിഠായി ചെയ്യുമെന്ന്. അപ്പോൾ ഇത് 2 കമൻറ്റ് മാത്രമല്ല, കുറേ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഓരെ അങ്ങനെ സങ്കടപ്പെടുത്താൻ പറ്റുമോ? അപ്പോൾ നമുക്ക് ഇക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാണ് ഈ കടലമിഠായി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഉണ്ടാക്കി വെക്കല്ലേ. അപ്പോൾ നമ്മളെ ചിരുളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കപ്പലണ്ടി മിഠായി അഥവാ കടലമിഠായി ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റായിട്ട് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ വെച്ചാൽ, ഇതേപോലത്തെ ഒരു പാത്രം എടുത്തേക്കുക. എന്തെങ്കിലും ഒരു പാത്രം, ഒരു പരന്ന പ്രതലുള്ള, എന്നിട്ട് അതിൽ കുറച്ച് നെയ്യ് ആക്കി വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ആക്കി വയ്ക്കുക. അതേപോലെ കത്തിയിലും കൂടി ആക്കി വെക്കട്ടോ. അപ്പോൾ അതെന്തിനാന്നുള്ളത് കുറച്ച് ആൾക്കാർക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും, മനസ്സിലാവാത്ത ആൾക്കാർ വീഡിയോ ലാസ്റ്റ് വരെ കാണണേ. അപ്പോൾ മനസ്സിലാവും എന്തിനാണ് ഈ 2 സംഭവം നമ്മൾ ആദ്യം ചെയ്തു വെച്ചതെന്ന്. കത്തിമിലും ട്രേമിലും നമ്മൾ ആക്കി വെച്ചില്ല നെയ്യ്. ഇനി നമ്മൾ ഇതേപോലെ പത്തിരിയൊക്കെ പരത്തുന്ന സംഭവം ഉണ്ടല്ലോ, ഞാൻ പത്തിരി പരത്തുന്നത് ഇതേപോലത്തെ ഒരു കുഴലില്ല കേട്ടോ. അയിമിലും കൂടി നെയ്യാക്കി വെക്കണം. ഈ 3 കാര്യം ആദ്യം ചെയ്തേക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, കടലെടുത്ത് നന്നായിട്ട് വറുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ 2ആയിട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പം ഞാൻ വറുത്ത കടല വാങ്ങിയതാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ വറുക്കണത് കാണിക്കാത്തത്. ഇതിൽ നല്ലതും ചീത്തയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് നല്ലത് മാത്രം നമ്മൾ എടുത്താൽ മതി കടല മിഠായിക്ക്. കടലേൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 240 ml കപ്പാണ് കേട്ടോ ഞാൻ എടുത്തത്. ഇതിന് ഈ ഒരു കപ്പിന് നിറച്ചും പിന്നെ ഒരു ഹാഫിലും കുറച്ചും കൂടി കൂടുതലുണ്ട്, 1 കപ്പ് മുഴുവനായിട്ടില്ല. അപ്പോൾ 1.5 കപ്പിലും മുകളിൽ അത്രയാണ് കേട്ടോ കടലെടുത്തത്. അപ്പോൾ നമ്മൾ ശർക്കര ഉരുക്കഞ്ഞ് അടുത്ത പരിപാടി. ശർക്കര നമ്മളെടുത്തത് 1 കപ്പ് നിറച്ചില്ല കേട്ടോ, അതായത് നിറഞ്ഞു നിൽക്കണില്ല, അതിനും കുറച്ച് കുറവ്. ഒരു 5 സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് ഉരുക്കിയെടുക്കണം. ശർക്കര ഇങ്ങനെ പൊടിച്ചതായതുകൊണ്ടേ വേഗം ഉരുകിക്കോളും. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കിട്ടോ. ശർക്കര ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനൊന്ന് അരിച്ചെടുക്കേ. എന്തെങ്കിലും ചണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ. അരിച്ചു വെച്ച ശർക്കര പാനി വീണ്ടും ഈ പാനിലേക്ക് തന്നെ ഒഴിക്കുക. അടുപ്പ് നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഇനിയാണ് നമ്മളെ പരിപാടി. കുറുക്കി എടുക്കണം. ഇവിടെ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോഴേ ചിലപ്പോൾ നല്ലൊരു ഏലക്കായൻ്റെ ഫ്ലേവറൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ, ചില കടലമിഠായിക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കണതിന് ആ ഒരു ഫ്ലേവർ ഉണ്ടായിക്കോട്ടെ, അത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് ഏലക്കായ പൊടിച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ചെറിയ തീയിൽ ഇങ്ങനെ കിടന്നിട്ട് അങ്ങനെ വറ്റി അങ്ങോട്ട് വരട്ടെ. അങ്ങനെ കൂടുതൽ വറ്റരുത് കേട്ടോ, ഇതിനൊരു പാകമുണ്ട്. ആ പാകം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കില്ലല്ലോ. അതുപോലെ നമ്മളെ ചാനൽ ചിരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ. അതുപോലെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങൾ കൂട്ടുകാരിലേക്കും കൂടി എത്തിച്ചു കൊടുക്കൂലേ. പിന്നെ നിങ്ങൾ നല്ല നല്ല കമൻസ് ഇതേപോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതേപോലത്തെ നല്ല നല്ല കമൻസൊക്കെ നിങ്ങൾ എഴുതുമ്പോൾ അത് വായിക്കാനും അതിന് റിപ്ലൈ കൊടുക്കാനൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. ഞാൻ റിപ്ലൈ കുറച്ചൊക്കെ വൈകുകയാണെങ്കിലും ഞാൻ എല്ലാവർക്കും ഒരു വിധമൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഏകദേശം അതിൻ്റെ പരുവം ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ കണ്ടോ, വലിയ പൊള്ളകളായിട്ട് ഇങ്ങനെ ആവണം നമ്മളെ ശർക്കരപ്പാനി. അതേപോലെ വലിയ പൊള്ളകളൊക്കെ മാറി പതുങ്ങി ഒരു കുഞ്ഞു പൊള്ളകളായി വരണം. അപ്പോൾ ഇതാ ഏകദേശമൊക്കെ ഇങ്ങനെ വറ്റി ആ കുഞ്ഞു പൊള്ളകളൊക്കെ ആയി വന്നില്ലേ. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടോ പാത്രത്തിൽ. പാത്രത്തിൽ ഇതാ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചെടുത്തിട്ട് ഒന്ന് ഒഴിച്ചു നോക്കാം, നമുക്ക് എന്താണ് അവസ്ഥ എന്നറിയണമല്ലോ. അപ്പോൾ ഞാൻ ഒഴിച്ചു, ഇനി കാണിച്ചു തരാം കേട്ടോ. ഒഴിച്ച് നോക്കുമ്പോൾ ഇതാ ആയിട്ടില്ല, അതായത് ഇതിങ്ങനെ കണ്ടോ കുറച്ച് ലൂസ് പരുവായിട്ട് ഇങ്ങനെ പോന്നിട്ടുണ്ട്. അങ്ങനെ ലൂസ് പരുവാവില്ല, ഒരു കട്ടിക്ക് കിട്ടണം നമുക്ക്. അപ്പോൾ കുറച്ച് നേരം കൂടി ആക്കി നോക്കാം. കുറച്ച് സമയം കൂടി ഇളക്കിയില്ലേ, വീണ്ടും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അതൊന്ന് കുറച്ചെടുക്കുക, വെള്ളത്തിൽ ഇതേപോലെ ഒഴിച്ചു കൊടുത്ത് നോക്കുക. എന്താ അവസ്ഥ? അപ്പോൾ ഇതാ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് പൊട്ടിച്ചാൽ പൊട്ടണം. ഇതിപ്പോൾ പൊട്ടിച്ചാൽ പൊട്ടല്ല, ഇങ്ങനെ വലിയാണ് ചെയ്യണേ, കണ്ടോ. അപ്പോൾ കുറച്ച് നേരം കൂടി ശർക്കര ഉരുക്കിക്കൊണ്ടിരിക്കുക. വീണ്ടും ഇതാ നമ്മൾ വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കണു. അപ്പോൾ അതെന്തായാലും പാകമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. യെസ്, ഇപ്പം നമ്മൾ വിചാരിച്ച പോലെ ആയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ആയതിന് ശേഷം ഇങ്ങനെ ഇതാ പൊട്ടി കിട്ടണം കേട്ടോ. അപ്പോൾ ആയിട്ടുണ്ട്. കടല ചേർത്തെടുക്കേണ്ട സമയമായിട്ടുണ്ട്. വേഗം തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കടല കുറവാണ്, കടല കൂടുതലാണ്, ശർക്കര കുറവാണ് എന്നൊക്കെ. അങ്ങനെയൊന്നല്ല കേട്ടോ. അത് വേഗം നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് ആയിക്കോളും. കടലേൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക ശർക്കരപ്പാനി. ഇപ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ തീൻ്റെ ഒരു കാര്യമാണ് കേട്ടോ, കൂടുതലാവരുതേ. ഇനിയത്തെ നമ്മൾ പെട്ടെന്ന് സ്പീഡപ്പ് ചെയ്യണം കേട്ടോ.
അപ്പം മൊത്തത്തിൽ ശർക്കര ആ ഒരു കടലേൻ്റെ മുകളിലേക്കൊക്കെ ആക്കി വേഗം തന്നെ ഗ്യാസ് ഓഫാക്കിയിട്ട് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത ചാരു ട്രേ ഇല്ലേ അതിലേക്ക് വേഗം മാറ്റി കൊടുക്കാം. മാറ്റിയിട്ട് പെട്ടെന്ന് പരത്തി കൊടുക്കും. ഒക്കെ ഇങ്ങനെ ഇതിൽ ഒട്ടി പിടിക്കുന്ന പോലെ തോന്നും, അതൊന്നും പ്രശ്നമാക്കണ്ട. നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലേ നമ്മളെ കുഴൽ, ആ കുഴൽ കൊണ്ടൊന്ന് പാകാക്കി നിരത്തി കൊടുക്കാം. ഇതിൻ്റെ ഈ സൈഡൊക്കെ നമ്മളൊരു ഐഡിയയ്ക്കും മെനക്കൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്താൽ മതിയേ. കത്തിൻ്റെ സഹായം വേണമെങ്കിൽ തേടാം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കേൾക്കണ ആ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് എന്താണെന്ന് അറിയോ? ചെതൽക്കാടാന്ന് പറയട്ടോ ഞങ്ങളുടെ നാട്ടിൽ. എന്തൊരു ഒച്ചപ്പാടാണേ, പറ്റെങ്കിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം പോലെ. ഇപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തു കേട്ടോ. ട്രേ കുറച്ചും കൂടി വലുതാവണേന്നു, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് വലുതെടുത്തോണ്ട്. ഇപ്പോൾ ഏകദേശം ഒരേ ലെവലായിട്ടില്ലേ. ഇനി നമ്മൾ ഈ ഒരു ചൂടൊക്കെ ആറുന്നതിൻ്റെ മുന്നേ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണേ. അതായത് നമുക്കിത് മുറിക്കണ്ടേ. ഇപ്പോൾ ചൂടാറി കഴിഞ്ഞാൽ മുറിക്കാൻ കഴിയൂലേ മാർക്ക് ചെയ്യാഞ്ഞാൽ. അതിനാണ് ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണ നമ്മൾ പീടികയെന്നൊക്കെ വാങ്ങുമ്പോൾ ചതുരത്തിലുള്ള കടല മിഠായിയല്ലേ കിട്ടുക, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇങ്ങനെയും കൂടി മുറിച്ച് വെക്കാം കേട്ടോ. സൈഡത്തെ ഭാഗം എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ആവില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ഷേപ്പാവും. കത്തിയിൽ നെയ്യ് തേച്ചതും ഈ ഒരു പ്ലേറ്റിൽ നെയ്യ് തേച്ചൊക്കെ ഇപ്പം മനസ്സിലായില്ലേ. അതുപോലെ നമ്മൾ ആ കുഴലിലൊക്കെ അതായത് ഒട്ടി പിടിക്കാതെക്കാൻ തന്നെയാണ്. അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ. അലങ്കരിച്ച് വെച്ചു നമ്മൾ കപ്പലണ്ടി മിഠായിനെ. തണുക്കട്ടെ കേട്ടോ, തണുത്താലാണ് ഇത് നമുക്ക് ഓരോ പീസായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തണുക്കണമെന്നുണ്ടെങ്കിൽ ഫാനിൻ്റെ തൊട്ട് കൊണ്ടേക്കല്ലാതെ വേറൊരു വഴിയില്ല, ഫാനിൻ്റെ തൊട്ട് കൊണ്ടേക്കട്ടെ. അപ്പോഴേ തണുത്തോ വെച്ചാൽ തണുത്തിട്ടുണ്ട്. ഫാനിൻ്റെ ചോട്ടിലൊക്കെ അല്ലേ കുറച്ച് നേരം നിന്നത്, നമുക്കൊരു ക്ഷമ ഉണ്ടാവില്ലല്ലോ. നമ്മൾ ഉണ്ടാക്കുന്ന സാധനം ഒന്ന് വേഗം കഴിക്കണം എന്നുള്ള ഒരു ഇതല്ലേ. അപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ, നമുക്കൊന്ന് എടുത്തു നോക്കാം, കിട്ടുനോക്കാം. ഇതാ ഈ ഒരു ഭാഗത്തു നിന്ന് അങ്ങനെ എടുത്തു നോക്കല്ലേ. ആഹാഹാ കിട്ടുന്നുണ്ടല്ലോ. പൊട്ടിക്കണ്ടേ? ഇതാ പൊട്ടണു. എന്താ അല്ലേ, കണ്ടോ? പാത്രത്തേക്ക് മാറ്റി കൊടുക്കുക, ബാക്കിയുള്ളതും കൂടി പൊട്ടിച്ചെടുക്കാം. ആഹാഹാ പലക പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് പൊട്ടിച്ചെടുക്കട്ടോ. നല്ല അസൽ പലകല്ലേ, പൊട്ടിക്കാം. സൈഡൊക്കെ കണ്ടോ? ബാക്ക് വശം കാണണ്ടേ? എന്താ അല്ലേ. അയ്യോ എന്താണ് സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യായിരുന്നില്ലേ. അപ്പോൾ ദാ പൊടിച്ചെടുക്കാം നമുക്ക്. നല്ല രസമല്ലേ ഇതിങ്ങനെ പൊട്ടിച്ച് കിടിം എന്ന് പറയുന്ന ആ സൗണ്ട് ഉണ്ടല്ലോ, അതൊക്കെ കേൾക്കുമ്പോൾ എന്ത് രസമല്ലേ. എന്തായാലും സ്വന്തമായിട്ട് കടല മിഠായി ഉണ്ടാക്കിയെന്ന് പറയാനുള്ളൊരു അവസരം നമ്മളെ വ്യൂവേഴ്സ് ഉണ്ടാക്കി തന്നു. അതിൻ്റെ വ്യൂവേഴ്സിനോട് ഞാൻ എന്നും കടപ്പെട്ടവളായിരിക്കും. കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കടല മിഠായി അല്ലേ കുട്ടി കഴിച്ചിട്ടുള്ളൂ? അതെ. ഞാൻ ഇന്നലെ വീട്ടിൽ ഉണ്ടാക്കി നോക്കി. ഇന്നലെ ഉണ്ടാക്കി ട്രൈ ചെയ്തതിന് ശേഷം സക്സസ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോക്ക് ഒരുങ്ങിയത്. അതെ. അപ്പൊ ഞാൻ കഴിച്ചിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങണ കടല മിഠായി തന്നെ ഉണ്ടല്ലോ, നമ്മള് കട നിൽക്കണോണ്ട് നമുക്കറിയാം പല കടല മിഠായും പല ക്വാളിറ്റിയിലാണ് ഉണ്ടാകുക. നല്ല ക്വാളിറ്റി കൂടിയ കടല മിഠായി ഉണ്ടാവും, ക്വാളിറ്റി കുറഞ്ഞ കടല മിഠായി ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഞാൻ ഏകദേശം തിന്ന് അതിന്റെയൊക്കെ അവസ്ഥക്കാറ്. അപ്പൊ ഇതേത് ക്വാളിറ്റി ഒന്ന് കഴിച്ചു നോക്കട്ടോ, ഇതിന്റെ അവസ്ഥ എന്ന് അറിയണല്ലോ. ആദ്യം തന്നെ നോക്കതാണ് ഇങ്ങനെ ക്രിസ്പായി കിട്ടണം. ഈ സൗണ്ടില് അങ്ങനെ കേൾക്കണം. ആ ക്രിസ്പ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സുഖം ഉണ്ടാവില്ല കഴിക്കാൻ. ആ ക്രിസ്പും കൂടി വരണായില്ല, അതാണ് അതിന്റെ ടേസ്റ്റ്. ഇനി ഒന്ന് കഴിച്ചോട്ടെ. ഹോം മെയ്ഡ് കടൽ മിഠായി നല്ല ക്രിസ്പായി നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് സംഗതി ഈ ടേസ്റ്റ് ഉള്ള ഒരു കടല മിഠായി ഞാൻ ആദ്യമായിട്ട് കഴിക്കണം. കാരണം എന്താ പറയുക, സാധാരണ നമ്മൾ കഴിക്കണമെന്ന് ഇതിനൊരു ഫ്രഷ്നെസ് ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റേന് അത്ര ഫ്രഷ്നെസ് എനിക്ക് കഴിച്ചപ്പോൾ എനിക്ക് തോന്നി. അത് ചില കടല മിഠായിയൊക്കെ ഉണ്ടാക്കി അപ്പം തന്നെ അല്ലല്ലോ നമ്മൾ കഴിക്കുക. അതൊക്കെ പാക്ക് ചെയ്ത് നമ്മളെ കയ്യിലൊക്കെ കിട്ടുമ്പോഴേക്ക് ചിലപ്പോൾ 1-2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമൊക്കെ വൈകും. ചിലപ്പോൾ തണുത്ത രീതിയിലുള്ള ഞാനും അഞ്ച് പറഞ്ഞ പോലെ തന്നെ എനിക്കും കിട്ടലുണ്ട് അങ്ങനെ. അപ്പൊ ഇത് പറഞ്ഞാല് നല്ല ഫ്രഷ് ആയതുകൊണ്ട് നല്ല രസം കഴിക്കാൻ. ചിലര് കടല വല്ലാണ്ടാവില്ല, ചിലര് കൂടുതൽ ശർക്കരന്റെ ഇതാവും. അപ്പൊ മധുരം ഓവർ ആയാലും ടേസ്റ്റ് ഉണ്ടാവില്ല, മധുരം കുറഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഒരു പാകത്തിന് മീഡിയം ലെവൽ, അതാണ് അളവ് നിങ്ങൾ കറക്റ്റ് ചെയ്തെടുക്കാൻ കാരണം. ഞാൻ പറഞ്ഞല്ലോ ഒന്നല്ല ഉണ്ടാക്കിയപ്പോൾ ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമേ ഫസ്റ്റത്തെ പ്രാവശ്യം തന്നെ റെഡി ആവണേ എന്നൊക്കെ വിചാരിച്ചു ഉണ്ടാക്കി വെച്ചു. ഇതേപോലെ മേശേമിൽ കൊണ്ടുപോയി ഫാനിട്ട് വെച്ചു, കട്ട് ചെയ്യാതെ വെച്ചിട്ടോ. പക്ഷെ ഞാനല്ല കട്ട് ചെയ്ത്, ഞാൻ എന്നിട്ട് ഇവിടെ ഫോണിൽ കളിച്ചിരുന്നപ്പോഴേ ചിന്നിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നത്. എന്താ അറിയോ, അമ്മ ഞാൻ തിന്നോക്കട്ടെ. എനിക്ക് ഭയങ്കര ഇതായിട്ടോ, കാരണം ഞാനത് ഉണ്ടാക്കി വെച്ചാലേ കട്ട് ചെയ്യണമെന്നൊരു
ആഗ്രഹം ഉണ്ടായിരുന്നു, കുട്ടികളല്ലേ അവർക്കാവല്ലോ ഒന്നും കൂടി ഇഷ്ടമുണ്ടാവുക. ഇത് കാണുമ്പോ നമുക്ക് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കഴിക്കാൻ അങ്ങനെ ഫീൽ ആവും. അപ്പൊ അളവുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഫോളോ ചെയ്യട്ടോ. അപ്പൊ നമുക്കിത് പറഞ്ഞു തന്നിട്ടുള്ള ദേവിക വിനീത്, അതുപോലെ വിനീത് വിനു. ഇനി പിന്നെ ഞാൻ വേറെ ആരെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അതൊക്കെ ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ആരെങ്കിലും പറഞ്ഞിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ഞാൻ പറയാണ്, നമ്മളിതാ കപ്പലണ്ടി, നിങ്ങളെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കപ്പലണ്ടി മുട്ടായി, ഞങ്ങളിവിടെ മലപ്പുറത്ത് ഇതിന് കടല മുട്ടായി, അങ്ങനെയാണ് പറയുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നൊസ്റ്റാൾജിയ തരുന്നൊരു സാധനമാണിത്. അപ്പോൾ അത് അടിപൊളിയായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇതേപോലത്തെ കടല മുട്ടായി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കും, കമൻസ് അറിയിക്കും എന്നുള്ള ആ ഒരു പ്രതീക്ഷയോട് കൂടി പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.